ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതലയാർ കമ്മീഷൻ ഓർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ വരുന്ന റെക്കമെൻഡേഷൻസിനെ കുറിച്ചാണ്. 5 റെക്കമെൻഡേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി 6ാമത്തെ റെക്കമെൻഡേഷൻ നോക്കാം. ദാറ്റ് ഈസ് മൾട്ടി പർപ്പസ് സ്കൂൾസ്. ഇവിടെ പറയുന്നത് ദി കമ്മീഷൻ സ്ട്രെസ് ദ നീഡ് ഫോർ മൾട്ടി പർപ്പസ് സ്കൂൾസ്. ദേ ഷുഡ് പ്രൊവൈഡ് terminal courses in technology, commerce, agriculture, fine arts and home science. The aim was to divide the students to different vocations at the end of the secondary course. മൾട്ടി പർപ്പസ് സ്കൂൾസിൻ്റെ നീഡ് കമ്മീഷൻ ഊന്നി പറഞ്ഞു. അവയിൽ ടെക്നോളജി, കൊമേഴ്സ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, ഹോം സയൻസ് എന്നിവയിൽ ടെർമിനൽ കോഴ്സുകൾ ആരംഭിക്കണം. സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒടുവിൽ ഡിഫറെൻറ്റ് വൊക്കേഷൻസിലേക്ക് ലേണേഴ്സിനെ തിരിച്ചുവിടുകയാണ് ലക്ഷ്യം. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമാക്കാം. ഇവിടെ പറയുന്നത് മൾട്ടി പർപ്പസ് സ്കൂൾസിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അതായത് സ്കൂളുകളിൽ വിവിധങ്ങളായ കോഴ്സുകൾ തുടങ്ങുന്നതിനെക്കുറിച്ചാണ്. അവയിൽ ടെക്നോളജി, കൊമേഴ്സ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, ഹോം സയൻസ് എന്നിവയിൽ ടെർമിനൽ കോഴ്സുകൾ എന്ന് വെച്ചാൽ ഹയർ കോഴ്സുകൾ ആരംഭിക്കണം. നമുക്കറിയാം, സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒടുവിൽ ഡിഫറെൻറ്റ് വൊക്കേഷൻസിലേക്ക് ലേണേഴ്സിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ പല കോഴ്സുകൾ നമുക്ക് കാണാൻ കഴിയും. കൊമേഴ്സ്, സയൻസ്, അതുപോലെ VHSCയിലെ അഗ്രികൾച്ചർ, അങ്ങനെ പല വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷനിൽ വന്നത് മുതലയാർ കമ്മീഷനിൽ വരുന്ന മൾട്ടി പർപ്പസ് സ്കൂൾ എന്ന റെക്കമെൻഡേഷനിലൂടെയാണ്. 7th is teaching staff. Teachers are the pivot of the whole system of education, so their academic and professional qualifications should be enhanced. Pre-service and in-service training should be improved. Teachers should be given better conditions of service such as attractive salary, pension benefits, provident fund, etc. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പിവോട്ട് റോൾ കൈകാര്യം ചെയ്യുന്നത് അധ്യാപകരാണ്. അതുകൊണ്ട് അവരുടെ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉയർത്തേണ്ടതാണ്. അതുപോലെ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. മാത്രമല്ല അട്രാക്റ്റീവ് സാലറി, പെൻഷൻ ബെനിഫിറ്റ്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയവ അനുവദിച്ച് ബെറ്റർ സർവീസ് കണ്ടീഷൻസും അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ 7ാമത്തെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. 8ാമത്തെ റെക്കമെൻഡേഷൻ എന്നുള്ളത് ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചാണ്. ഡൈനാമിക് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഷുഡ് ബി ഫോളോവ്ഡ്. ആക്ടിവിറ്റി മെത്തേഡ്, പ്രൊജക്റ്റ് മെത്തേഡ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. അതായത് ഡൈനാമിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഫോളോ ചെയ്യണം എന്ന് വെച്ചാൽ ചലനാത്മകമായ അല്ലെങ്കിൽ നൂതനമായ ടീച്ചിങ് മെത്തേഡ് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അവിടെ ആക്ടിവിറ്റി മെത്തേഡ്, പ്രൊജക്റ്റ് മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. 9th is guidance and counseling. The Commission point out the need for guidance and counseling in secondary schools. All schools should have trained guidance officers and career masters. ഇവിടെ പറയുന്നത് സെക്കൻഡറി സ്കൂൾസിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യം കമ്മീഷൻ പോയിൻ്റ് ഔട്ട് ചെയ്തതിനെക്കുറിച്ചാണ്. എല്ലാ വിദ്യാലയങ്ങളിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഗൈഡൻസ് ഓഫീസേഴ്സും കരിയർ മാസ്റ്റേഴ്സും ഉണ്ടായിരിക്കണം. 10ാമത്തെ റെക്കമെൻഡേഷനാണ് എക്സാമിനേഷൻ റീഫോം. Regarding examination, the Commission recommended that more credit should be given to internal test and cumulative records. The final evaluation should be based on both the internal and external assessment. ഇവിടെ പറയുന്നത് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണൽ ടെസ്റ്റിനും ക്യുമുലേറ്റീവ് റെക്കോർഡ്സിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. ഫൈനൽ ഇവാലുവേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ബോത്ത് ദി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അസസ്മെൻറ്റ്. ഓക്കെ, എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണൽ ടെസ്റ്റിനും ക്യുമുലേറ്റീവ് റെക്കോർഡിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫൈനൽ ഇവാലുവേഷൻ എന്നുള്ളത് ഷുഡ് ബി ബേസ്ഡ് ഓൺ ബോത്ത് ദി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അസസ്മെൻറ്റ്. അതർ റെക്കമെൻഡേഷൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. Other recommendations of the Commission include education for character training, expansion of libraries and laboratories, introduction of audiovisual aids, and the transfer and control of the SLC examination to the boards of secondary education. ഇവിടെ പറയുന്ന മറ്റ് റെക്കമെൻഡേഷൻസിൽ വരുന്നവയാണ് എഡ്യൂക്കേഷൻ ഫോർ ക്യാരക്ടർ ട്രെയിനിങ്, expansion of libraries and laboratories, then
ഇൻട്രൊഡക്ഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് തുടങ്ങിയവയാണ്. മാത്രമല്ല SLC പരീക്ഷയുടെ കൺട്രോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡിന് കൈമാറുക തുടങ്ങിയവയാണ് ഇവിടെ പറയുന്ന മറ്റ് റെക്കമെൻഡേഷൻസ്. ഓക്കെ, താങ്ക് യു.